ഇന്റർവ്യൂ നടത്തുന്ന ഇവളൊക്കെ ചോറ് തന്നെയാണോ കഴിക്കുന്നതെന്ന് നമ്മൾ ചോദിക്കേണ്ടി വരും. കാരണം ഇതുപോലുള്ള മണ്ണബുദ്ധികളെയൊന്നും ഒരിക്കലും ഇതുപോലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാൻ പാടില്ല. ഇപ്പം തന്നെ കുട്ടികൾ ഉൾപ്പെടെ പല ആൾക്കാരും കാണുന്നതാണ് ഇതുപോലുള്ള പല പരിപാടികളും. വിളിച്ച് പറയുന്നത് കേൾക്കുന്നില്ലേ പലതും? നീയൊക്കെ വീട്ടിൽ നിന്ന് ചോറ് തന്നെയാണോ കഴിക്കുന്നത്? അതോ ചോദിക്കേണ്ടി വരും എന്താന്നുള്ള കാര്യം. ഒരു ചാനലിൻ്റെ പേരും അതുപോലെ തന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ ഒരുപാട് ഇതുപോലുള്ള ആൾക്കാരും. നീയൊക്കെ എന്താ ഉദ്ദേശിക്കുന്നത്? സത്യം പറ, എന്താ നീയൊക്കെ ഉദ്ദേശിക്കുന്നത്? നീയൊക്കെ ഇത് നിൻ്റെ വീട്ടിൽ പോയി നിൻ്റെ കണ്ണാടി നോക്കി പറയേണ്ട കാര്യങ്ങളാണ്. അത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ വിളമ്പുക. ഒന്നാം തരം തല്ല് കിട്ടി വളരാത്തതിൻ്റെ പ്രശ്നം നല്ല രീതിക്കുണ്ട്. ഇവനെ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള എന്താണെന്നറിയാം, മറ്റേ നമ്മളെ ചതിക്കാത്ത ചന്തുവിലുള്ള ആ ഒരു സീനില്ലേ, ആ തലയിൽ വാള് കെട്ടിയിട്ടുള്ള ആ ഒരു പരിപാടി, അതാണ് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. പിന്നെ തൊട്ടിത്തരം ചെയ്യുന്ന ആൾക്കാരല്ലല്ലോ കുറ്റക്കാര്, അത് ചെയ്താൽ ചൂണ്ടിക്കാണിക്കുന്ന ആൾക്കാരാണല്ലോ എപ്പം കുറ്റക്കാരായി മാറുന്നൊരവസ്ഥ. നീ അപമാനിച്ചത് നിന്നെ മാത്രമല്ല, നീ ഒരു ജില്ലയും കൂടി പറഞ്ഞു. കണ്ണൂർ എന്ന് പറയുന്ന നമ്മുടെ മഹത്തായിട്ടുള്ള ഒരു ജില്ലയും കൂടി നീ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തി. അതിന് നീ സമാധാനം പറഞ്ഞേ പറ്റുള്ളൂ മോനെ, കേട്ടോ. നിന്റെ ചെകിട്ടത്തടി കൊള്ളേണ്ട കേസാണ് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ. പക്ഷെ അതിന് നിന്റെ ആ പരിസരത്ത് ആൾക്കാരില്ല എന്ന് വേണം പറയാൻ, അങ്ങനെ വേണം മനസ്സിലാക്കാൻ. നമസ്കാരം ഗൈസ്. ഇതിനെപ്പറ്റി വലിയ രീതിയിൽ പറഞ്ഞ് നമ്മൾ എന്താ പറയുക, ഒരുപാട് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വന്നതൊന്നുമല്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് തോന്നിയ ചില കാര്യങ്ങൾ നമുക്ക് പറയാണ്ടിരിക്കാനും പറ്റില്ല. ഒന്നാമത് ഈ പറയുന്ന വ്യക്തികളും നമ്മളെല്ലാം കണ്ണൂരിലുള്ള ഒരാൾക്കാരാണ്. നമ്മുടെ ജില്ലേനെ പറ്റി ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കെല്ലാം ഭയങ്കരമായിട്ടുള്ള വിഷമമുണ്ട്. നമ്മുടെ ജില്ലയിലുള്ള ഒരാൾ ചെയ്ത കാര്യത്തിനെ പറ്റി നമ്മൾ തന്നെ ചർച്ച ചെയ്യേണ്ടി വരുമെന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഈ വെറൈറ്റി മീഡിയ എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം സോഷ്യൽ മീഡിയയിലുള്ള, അതായത് ഇൻ്റർവ്യൂ ചെയ്യുന്ന സംഭവം, അവർക്കിപ്പോൾ എന്ത് വേണമെങ്കിലും ചോദിക്കാമെന്നുള്ളൊരു സ്റ്റൈലായി. ആ ഒരു വ്യക്തിക്ക് അറിയാം, ഇപ്പോൾ ഇൻ്റർവ്യൂ ചെയ്ത് വരുന്ന സമയത്ത് ഈ ഒരു പയ്യൻ്റെ വായിൽ നിന്ന് ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുന്ന സമയത്ത് അവർക്ക് വേണമെങ്കിൽ ആ ഒരു ടോക്ക് നിർത്താം. അപ്പോൾ അവരും അതിനെ എന്താ പറയുക, പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെന്നാണ് അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ. ഇങ്ങനെയുള്ള ടോക്കുകൾ വരുമ്പോൾ വേണമെങ്കിൽ അവിടെ ഇൻ്റർവ്യൂവിൽ ഇരിക്കുന്ന ആ ഒരു ആങ്കർക്ക് വേണമെങ്കിൽ നിൻ്റെ ടോക്ക് അല്ലെങ്കിൽ ആ ഒരു സംഭവം മാറ്റി പിടിക്കാം എന്ന് അവർക്ക് പറയാം. പക്ഷെ അവർ പറയുന്നില്ല. അവരെന്താ ചെയ്യുന്നത്, കൂടുതൽ ഇത് പറയാനുള്ള അവസരം ഒരുക്കി കൊടുക്കുക ചെയ്യുന്നത്. ഇൻ്റർവ്യൂ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് തെമ്മാടിത്തരവും വിളിച്ച് പറയാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആണോ ഈ ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ? അങ്ങനെയാണോ സംഭവം? പിന്നെ ഒന്നാം തരം എന്ന് പറഞ്ഞാൽ ആ ഒരു പയ്യൻ പറയുന്നത് കണ്ണൂരിലെ കൂടുതൽ വീടുകൾ വന്ന് ഓടിൻ്റെ വീടാണ്, ആ ഒരു സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകാറുണ്ട് എന്നുള്ള കാര്യമാണ്. സത്യം പറഞ്ഞാൽ നീയൊന്നെന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള അടി കിട്ടുന്ന ഏരിയക്ക് നീയൊന്നും വന്നിട്ടില്ല. അതുകൊണ്ടാണ് നീയല്ല ഇത്ര ഈ നാവ് വെച്ചിട്ട് ഇങ്ങനെ ചിലക്കാൻ കാരണം. നീയൊക്കെ കണ്ണൂരാന്ന് പറയുന്നതിന് സത്യം പറഞ്ഞാൽ അപമാനമാണ് നമുക്ക്. വിളിച്ച് പറയുന്നു ഒരു എളുപ്പമില്ലാതെ, കണ്ണൂരുള്ള ഒരുപാട് വീടുകൾ. നീ എന്തിനാണ് നമ്മുടെ ജില്ലയും കൂടി നീ അതിൻ്റെ അകത്ത് നാണം കെടുത്തി? സത്യം പറഞ്ഞാൽ പൊന്നുമോനെ, നീയൊക്കെ ഈ പരിസരത്ത് എവിടെയെങ്കിലും ആണെന്നുണ്ടല്ലോ, നിൻ്റെയൊക്കെ കാര്യത്തിലൊരു തീരുമാനം തന്നെ ഉണ്ടാവും. കാരണം അവിടെയൊന്നും നട്ടിലുള്ള ആൾക്കാരില്ലേ ഇതിനെ ചോദ്യം ചെയ്യുക? അല്ലെ നിൻ്റെ ഒരു അവസ്ഥ കണ്ട് അവർ ഒഴിവാക്കുന്നതാണോ? അർദ്ധരാത്രി കൊട പിടിക്കുന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇത് അതിലും അപ്പുറമാണ് കാര്യങ്ങൾ. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുക. ഇവൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത കാര്യം പോലെയാണ് ഇവൻ പറയുന്നത്. കുളിത്തിൽ നോക്കാൻ പോയ കാര്യം, ഇവനെന്തോ സ്വാതന്ത്ര്യ സമരത്തിൽ മറ്റും പങ്കെടുത്തതാണ്. ആ കാര്യം വ്യക്തമായിട്ട് വിളിച്ച് പറയുന്നത്. അങ്ങനെ പറയുന്ന സമയത്ത് അതിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഇതുപോലുള്ള ഓരോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും ഇൻ്റർവ്യൂ ആണ് പോലും. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒന്നാമത് ഇവളെ പോലുള്ള ആൾക്കാരെയാണ് സത്യം പറഞ്ഞാൽ അവിടുന്ന് പിരിച്ചു വിടേണ്ടത്. കാരണം ഇൻ്റർവ്യൂ ആണെന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ടോക്ക് വരുന്ന സമയത്ത് അതിനെ നിർത്തിക്കേണ്ട ഒരു ബാധ്യത നിങ്ങളെടുത്തില്ലേ? ആ ഒരു സംഭവമില്ലേ? ഇപ്പോൾ സോഷ്യൽ മീഡിയ കിടന്ന് ഇങ്ങനെ കറങ്ങി കളിക്കുന്നുണ്ട്. ആൾക്കാർ പറയുമ്പോൾ കണ്ണൂരുള്ള ഒരുത്തൻ പോയില്ലേ, ആ ഒരു ജില്ലയുടെ കാര്യം തന്നെ മൊത്തത്തിൽ ആൾക്കാർ പറയും. സ്വാതന്ത്ര്യ സമരത്തിലോ അല്ലെങ്കിൽ എന്തോ വലിയ സൽപ്രവൃത്തിയോ ചെയ്ത പോലെയാണ് ഇവനത് കൃത്യമായ രീതിയിൽ വിളിച്ചു പറയുന്നത്. അവിടെ നിന്നെയല്ലേ ഇപ്പോഴും വേണമെങ്കിൽ കേസെടുത്ത് പൂട്ടാൻ പറ്റും ആ ഒരു കാര്യം പറഞ്ഞതിൽ. കാരണം ഒരുപാട് ഓടുകൾ വീടാണ്. ആ ഒരു സംഭവത്തിൽ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പോഴും അങ്ങനെയുള്ള ആൾക്കാർക്ക് നിന്നെ സംശയിക്കാം. കാരണം ആ പരിസരത്ത് ഇപ്പോഴും ഓടുള്ള വീടുണ്ടെങ്കിൽ നീ ഇതുപോലെ ഇപ്പോഴും വരുമെന്ന് സംശയിക്കാണെങ്കിൽ. നല്ല പ്ലാറ്റ്ഫോം തന്നെ, ഇൻ്റർവ്യൂവിൽ സംസാരിക്കാൻ പറ്റിയ കാര്യങ്ങളും തന്നെ ഇങ്ങനെയൊക്കെ. നമ്മളാരെയും നന്നാക്കാനോ ഉപദേശിക്കാനോ വന്നൊന്നുമല്ല. ഒരു കാര്യം പറയാം മോനെ, ഒറ്റയൊരു കാര്യം മാത്രം. നിന്റെ കാര്യങ്ങളും ബാക്കിയൊക്കെ ആലോചിച്ച് നമുക്കൊക്കെ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ വന്നതാണ്. പക്ഷേ നീ ഇപ്പം ചെയ്ത കാര്യം വളരെ തൊട്ടിത്തരായിപ്പോയി. പ്രത്യേകിച്ച് നീ ആ ഒരു ജില്ലയുടെ പേര് ഉൾപ്പെടുത്തിയതും വളരെ അങ്ങേയറ്റം മോശമാണ്. അത് നീ എത്ര തവണ എന്താ പറയുക, നീ എന്തിട്ട് കുളിപ്പിച്ചാലും ആ ഒരു സംഭവം മാറൂല കേട്ടോ. ആ ഒരു സംഭവം മാറൂല. കാരണം പ്രത്യേകിച്ച് നീ ആ ഒരു പേരിൻ്റെ പേരിൽ നിൻ്റെ സ്വന്തം നീ ജീവിക്കുന്ന, നീ ജനിച്ചു വളർന്ന ഒരു ജില്ലയുടെ പേരും കൂടി നീ ഉൾപ്പെടുത്തി അതിൻ്റെ അകത്ത്. ആ ഒരു സംഭവത്തിന് മുന്നിൽ നീ സമാധാനം പറഞ്ഞേ പറ്റുള്ളൂ. അതിൽ വേറെ ഒരു രക്ഷയുമില്ല കേട്ടോ. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ കാര്യം തന്നെ നട്ടലുള്ള ചില സ്ഥലത്ത് എത്തിപ്പെട്ടാലുണ്ടല്ലോ, നിൻ്റെയൊക്കെ നട്ടൽ വെള്ളാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളുണ്ടാവും ഇടിച്ചിട്ട്. അതൊന്നും നീ ഇതുവരെ അനുഭവിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് കേട്ടോ.
പറയുമ്പോൾ ആദ്യം സൂക്ഷിക്കണം കേട്ടോ, അത് നോക്കിയിട്ട് പറയാം. കൂടുതലൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. ഇതുപോലുള്ള മന്ദബുദ്ധികളുടെ കാര്യം നമ്മൾ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. കാരണം ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരുടെ സ്വഭാവം അത് തന്നെയാണല്ലോ. ശരിയെന്നാൽ കേട്ടോ, മാക്സിമം ഒന്ന് ഷെയർ ചെയ്യ്. ഇതുപോലുള്ള കാര്യങ്ങൾ എല്ലാവരും അറിയട്ടെ. അങ്ങനെയെങ്കിലും നിർത്തട്ടെ ഇതുപോലുള്ള കാര്യങ്ങൾ.